മൂന്നാറിൽ കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൗത്യം. നൂതന മാർഗങ്ങൾ സ്വീകരിച്ചാണ് വനംവകുപ്പ് കാട്ടാനകളെ തുരത്താൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന 6 ആനകളെയും ആനമുടി റിസർവിലേക്ക് മാറ്റാനാണ് ശ്രമം. വിവരങ്ങളുമായി ജോസിൽ ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. ജോസിൽ, ഇത് ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത്? ഈ മേഖലയിൽ സ്ഥിരമായി എത്തുന്ന കാട്ടാനകളെ കൂടാതെ കൂടുതൽ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ പെട്ടുമുടി RRT സംഘം ഉൾപ്പെടെ 20 പേർ അടങ്ങുന്നതാണ് ഈ പ്രത്യേക ദൗത്യ സംഘം. വനത്തിനുള്ളിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് നീങ്ങുന്ന കാട്ടാനകളെ ഡ്രോണിന്റെ സഹായത്തോടെ നിരീക്ഷണം നടത്തിയതിനു ശേഷം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കാട്ടിലേക്ക് തുരത്തുന്നതിനാണ് വനംവകുപ്പിന് നീക്കം. പെട്ടിമുടി ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതച്ച 6ഓളം കാട്ടാനകളെയാണ് ഇപ്പോൾ കാട്ടിലേക്ക് തുരത്താൻ ശ്രമം തുടരുന്നത്. ആനമുടി ദേശീയ ഉദ്യാനത്തിലേക്ക് കാട്ടാനകളെ കയറ്റിവിടുന്നതിനാണ് വനംവകുപ്പിന്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കാട്ടാന ശല്യം രൂക്ഷമായി ജനങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നത്. ഏതായാലും കഴിഞ്ഞ 3 ദിവസമായി ഈ വനംവകുപ്പിന്റെ ഈ നടപടി തുടരുകയാണ്. പ്രധാനമായും ഈ മൂന്നാർ ഭാഗത്തേക്ക് പഴയ മൂന്നാർ വരെ ഈ 6 ആനകളുടെ കൂട്ടം ഇറങ്ങി വന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്ന് ശല്യമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ആനകൾ ഇപ്പോൾ പെട്ടിമുടി ഭാഗത്ത് വരെ ആനകളെ മാറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഈ ആനകളെ ഈ ദേശീയ ഉദ്യാനത്തിലേക്ക്, ആനമുടി ദേശീയ ഉദ്യാനത്തിലേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത്. ഈ തൊട്ടടുത്തുള്ള വനമേഖലയിലേക്ക് ഓടിച്ചു വിട്ടുകൊണ്ട് കാര്യമില്ല, അത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും. എന്നാൽ ഉൾവനത്തിലേക്ക്, ആനമുടി ദേശീയ ഉദ്യാനത്തിന്റെ ഉൾവനത്തിലേക്ക് ആനകളെ ഓടിച്ചു വിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മനു, ശരി, വ്യക്തമാണ്. ജോസിനാണ് വിവരങ്ങൾ നൽകിയത്. സ്ഥിരമായി നാട്ടിലിറങ്ങുന്ന ആനകളെ, കാട്ടാനകളെ അതിനെ വനത്തിലേക്ക് തിരികെ ആനമുടിയിലേക്ക് കയറ്റിവിടാനുള്ള ഒരു ശ്രമമാണ് അവിടെ വനം വകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് ജോസിൽ